ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം മസഗാവൺ ഡോക്ക് ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്കിനെ കുറിച്ചും അതേപോലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്കിനെ കുറിച്ചും ICICI സെക്യൂരിറ്റീസ് നടത്തിയ ഒരു പരാമർശം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്റ്റോക്കിൽ വലിയ തോതിലുള്ള കറക്ഷൻ സംഭവിക്കേണ്ടായി. അപ്പോൾ 70% വരെ ഈ രണ്ട് ഷിപ്പിംഗ് കമ്പനികളും ഡൗൺ ആകുമെന്നാണ് അവർ പ്രവചിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുക, ഈ മസഗാവൺ ഡോക്ക് ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ് 5% മുകളിലേക്ക് പോവുകയും ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് ഏകദേശം 1% മുകളിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ICICI സെക്യൂരിറ്റീസ്, അതായത് ഇവരുടെ സ്റ്റോക്ക് പ്രൈസ് ഡൗൺഗ്രേഡ് ചെയ്ത ICICI സെക്യൂരിറ്റീസിന്റെ ഷെയർ പ്രൈസ് ഏകദേശം 7% താഴോട്ടേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ അൺസർട്ടനിറ്റി എന്ന്, അല്ലെങ്കിൽ അനിശ്ചിതത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വളറ്റിലിറ്റിയും അനിശ്ചിതത്വവും പ്രൈസ് ഫ്ലക്ച്വേഷൻസും ഒക്കെ താങ്ങാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അത്രമാത്രം ഇത്തരത്തിലുള്ള വളറ്റിലിറ്റിയെ അതിജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇപ്പോൾ ICICI സെക്യൂരിറ്റീസിന്റെ സ്റ്റോക്ക് ഇന്ന് ആഫ്റ്റർനൂൺ സെഷനിലാണ് 4% ക്രാഷ് ആയത്. പിന്നീട് ആ ക്രാഷ് ഡൗൺ ആയി മൊത്തത്തിൽ 7% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ വാർത്ത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ICICI സെക്യൂരിറ്റീസിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഡീലിസ്റ്റ് ചെയ്യുവാനുള്ള അവരുടെ അപ്ലിക്കേഷന് ഫൈനലായിട്ടുള്ള അപ്രൂവൽ നൽകിയെന്ന വാർത്തയാണ് ഈ സ്റ്റോക്കിലുള്ള ക്രാഷിന് കാരണമായത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ICICI ഡീലിസ്റ്റിംഗ് എന്നത് ഒരു പുതിയ വാർത്തയല്ല. ICICI സെക്യൂരിറ്റീസിൻ്റെ ഡീലിസ്റ്റിംഗ് അതിൻ്റെ പാരന്റ് കമ്പനിയായിട്ടുള്ള ICICI ബാങ്കിൻ്റെ ബോർഡ് അപ്രൂവ് ചെയ്തത് 2023 ജൂൺ 29 അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ ഒരു ഡീലിസ്റ്റിങ്ങിനെ കുറിച്ചല്ല അന്ന് ബോർഡ് സംസാരിച്ചത്. യഥാർത്ഥത്തിൽ അവിടെ നടക്കാൻ പോകുന്നത് മെർജിംഗ് ആണ്. അപ്പോൾ ICICI സെക്യൂരിറ്റീസിനെ ICICI ബാങ്ക് മൊത്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അതിനെ മാർക്കറ്റിൽ നിന്നും ഡീൽ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഒരു മേർജറാണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. പക്ഷേ ആ സ്റ്റോക്ക് ഈ ICICI ബാങ്കിൻ്റെ ഒരു ഹോളി ഓൺഡ് സബ്സിഡിയറി ആയിട്ട് വേറെ തന്നെ ബിസിനസ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു സ്കീം അനുസരിച്ച് ICICI സെക്യൂരിറ്റി സ്റ്റോക്കിൻ്റെ 100 ഷെയറുള്ള ഒരു ഷെയർ ഹോൾഡർക്ക് 67 ICICI ബാങ്കിൻ്റെ ഷെയർ നൽകും എന്നുള്ളതാണ് ഈ സ്കീം അനൗൺസ് ചെയ്യുന്നതിലൂടെ ICICI ബാങ്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ICICI സെക്യൂരിറ്റീസ് എന്നുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയില്ല, അത് ഡീലിസ്റ്റ് ചെയ്ത് ഇല്ലാതാകും. ഇപ്പോൾ ICICI സെക്യൂരിറ്റീസിൽ ICICI ബാങ്കിന് ഏകദേശം 74.73% ഷെയർ ഹോൾഡിംഗ് ആണ് ഉള്ളത്. അപ്പോൾ ഇവരാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രൊമോട്ടർമാർ. അപ്പോൾ ഈ ഒരു അനൗൺസ്മെന്റ് 2023 ജൂണിൽ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ICICI സെക്യൂരിറ്റീസിന്റെ വില എന്ന് പറയുന്നത് വലിയ തോതിൽ അതിന്റെ IPO പ്രൈസിൽ നിന്ന് മുന്നോട്ട് പോയിരുന്നില്ല. IPO പ്രൈസ് 520 ആയിരുന്നു. അതിന് അടുത്ത് തന്നെയായിരുന്നു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷെയർ അലോട്ട്മെന്റിൽ ഇൻവെസ്റ്റേഴ്സിന് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തോതിൽ അത് അസംതൃപ്തി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മനു ഋഷി ഗുപ്ത എന്ന് പറയുന്ന ഒരു മൈനോറിറ്റി ഷെയർ ഹോൾഡർ, അദ്ദേഹം സെബി രജിസ്റ്റേർഡ് ഒരു PMS പ്രൊവൈഡർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹവും 500ഓളം ഷെയർ ഹോൾഡേഴ്സും കൂടിയിട്ട് ഈ ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ട് വാദം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, 2018 ICICI സെക്യൂരിറ്റീസിന്റെ IPO പ്രൈസ് എത്രയാണോ അതിനോടടുത്ത് തന്നെയാണ് ഇതിന്റെ വാല്യുവേഷൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഡീലിസ്റ്റിംഗ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു ഓഫറാണ് തരുന്നത്. 67 ഷെയർ പോരാ, അതിൽ കൂടുതൽ ഷെയറുകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. എന്നാൽ ഈ ഒരു ഡീലിസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ICICI ബാങ്കിന് കിട്ടേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട ഒരു അപ്രൂവലായിട്ടുള്ള റിസർവ് ബാങ്കിന്റെ അപ്രൂവൽ ഇവർക്ക് കിട്ടുകയുണ്ടായി. അത് 2023 നവംബർ 9 ICICI ബാങ്കിന് ലഭിച്ചു. അതോടുകൂടി ആദ്യത്തെ ഒരു കടമ്പ അവർ മുന്നോട്ട് കൊണ്ടുപോയി. ഇത് കൂടാതെ BSE എക്സ്ചേഞ്ചും NSE എക്സ്ചേഞ്ചും നവംബർ 21 ഇവർക്ക് നോ ഒബ്ജെക്ഷൻ കൊടുക്കുകയുണ്ടായി. അതോടുകൂടി പ്രധാനപ്പെട്ട കടമ്പകളൊക്കെ ഇവർ കടന്നു. എങ്കിലും ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയ്ക്കിലുള്ള ആ ഒരു അസംതൃപ്തി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിനിടയിൽ 2024 ജനുവരി 18 ICICI ബാങ്കിന് NCLT അഥവാ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അപ്രൂവൽ നൽകി. അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ ഒരു വോട്ടിംഗ് പ്രോസസ് നടത്തിക്കൊണ്ട് ഈ ഒരു ഡീലിസ്റ്റിംഗ് അപ്രൂവൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള മൂവ് നടത്താൻ വേണ്ടിയിട്ട് NCLT അപ്രൂവൽ നൽകി. അങ്ങനെ ഇതിന്റെ വോട്ടിംഗ് ഈ മാർച്ച് 2024 നടക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ 71.89% വോട്ട് നേടിക്കൊണ്ട് ICICI സെക്യൂരിറ്റീസ് ICICI ബാങ്കിൽ മെർജ് ചെയ്യുന്നതിന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കംപ്ലീറ്റ് അപ്രൂവൽ നേടിക്കൊണ്ട് എല്ലാ കടമ്പകളും ഇവർ അതിജീവിച്ചു. എന്നാൽ ഇവിടെ അസംതൃപ്തരായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സും ചില ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഇതിനെ അംഗീകരിച്ചില്ല. അവരിവിടെ വോട്ടിങ്ങിൽ ചില ബ്രീച്ചിങ് നടന്നിട്ടുണ്ട് എന്നും ശരിയായ രീതിയിലല്ല വോട്ടിംഗ് നടന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ക്യാമ്പയിൻ തുടങ്ങി. അങ്ങനെ NCLTയിലേക്ക് കൂടുതൽ കേസുകൾ ഫയൽ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈയിൽ നടക്കേണ്ടിയിരുന്ന ഡീലിസ്റ്റിങ്ങിന് NCLT പെൻഡിങ്ങിൽ വെക്കുകയും
ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയ വാർത്ത, അതായത് ICICI സെക്യൂരിറ്റീസിന്റെ ഡീലിസ്റ്റിംഗ് NCLT അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഇൻവെസ്റ്റേഴ്സിന്റെ വാദങ്ങളെ NCLT എതിർത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതായത് കമ്പനീസ് ആക്ടിന്റെ 234 എന്നുള്ള ഒരു സെക്ഷൻ അനുസരിച്ചിട്ട്, അതായത് 10% കൂടുതൽ ഈക്വിറ്റി ഷെയർ ഉള്ള ഒരു ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഇങ്ങനെയുള്ള ഡീലിസ്റ്റിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ 5% കൂടുതൽ മൊത്തം ഡെറ്റിന്റെ 5% കൂടുതൽ ലെൻഡ് ചെയ്ത കമ്പനിക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഡീലിസ്റ്റിങ്ങിനെ എതിർക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം ഇപ്പോൾ എതിർത്തിട്ടുള്ളത് വളരെ ചെറിയ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാദങ്ങൾ നിലനിൽക്കില്ല എന്നും അവർക്ക് ഈവൺ 5% കൂടുതൽ സ്റ്റേക്ക് ഇല്ല എന്നതുകൊണ്ടും മൊത്തത്തിൽ അവരുടെ വാദങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഡീലിസ്റ്റിംഗ് അപ്രൂവലായിട്ട് ICICI ബാങ്കിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ICICI ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് ICICI എന്നുള്ള അതിൻ്റെ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 1955 രൂപം കൊണ്ട കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും ഇൻഡസ്ട്രീസിന് ലോൺ കൊടുക്കുന്ന ഒരു പ്രോസസ്സിൽ മാത്രമാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് ഇവരുടെ സർവീസസ് വർദ്ധിക്കുകയും 1994 ICICI ബാങ്ക് രൂപം കൊടുക്കുകയും അങ്ങനെ ഈ ICICI ഗ്രൂപ്പിനെ അതിൽ ലയിപ്പിക്കുകയും പിന്നീട് ICICI ബാങ്ക് അവരുടെ പല സബ്സിഡിയറി കമ്പനികൾ രൂപം കൊടുക്കുകയും അതിലൊന്ന് ICICI സെക്യൂരിറ്റീസ് ആണ്, അതുപോലെ ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, അതുപോലെ ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, അതുപോലെ ICICI ഹോം ഫിനാൻസ് കമ്പനി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സബ്സിഡിയറി കമ്പനികളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് ICICI ഗ്രൂപ്പ്. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനി ആയിരുന്നു ഈ പറയുന്ന ICICI സെക്യൂരിറ്റീസ്. ഇവർ പ്രധാനമായിട്ടും ബിസിനസ് ബ്രോക്കിംഗ്, അതുപോലെ ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ, മർച്ചൻറ്റ് ബാങ്കിങ്, അഡ്വൈസറി സർവീസ് തുടങ്ങിയൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. ഇവരുടെ ബിസിനസ് പ്രധാനമായിട്ട് 89% ബ്രോക്കിംഗ് മേഖലയിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് വെൽത്ത് മാനേജ്മെൻറ്റിലൂടെ ഒരു 3%, അതുപോലെ അഡ്വൈസറി സർവീസിലൂടെ 9% ഇവർ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ മാർക്കറ്റ് പൊസിഷൻ ഏകദേശം 9% ഈക്വിറ്റി മാർക്കറ്റ് സെഗ്മെൻറ്റിലും 4% ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലും SIPയിലും ഒക്കെ ഇവർക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് ഏകദേശം 22% മാർക്കറ്റ് ഷെയർ ഇവർക്കുണ്ട്. ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ 94% ബിസിനസ് ഇന്ത്യയിൽ നിന്നാണ്, ഔട്ട്സൈഡിൽ നിന്ന് ഏകദേശം 6% ബിസിനസ്സാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ബിസിനസ് മോഡൽ വളരെ സ്ട്രോങ് ആണ്. അവരുടെ ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ നല്ല രീതിയിൽ ഇന്നോവേറ്റ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ അവർ കൊടുക്കുന്നുണ്ട്. ഈസി ഓപ്ഷൻസ്, അതുപോലെ സ്മാർട്ട് ഓർഡർ പ്ലാറ്റ്ഫോം, ട്രേഡിംഗ് വ്യൂ തുടങ്ങിയിട്ടുള്ള പല വിധത്തിലുള്ള ട്രേഡിംഗ് ഓപ്ഷൻസും കസ്റ്റമേഴ്സ് നൽകിക്കൊണ്ട് നല്ല രീതിയിൽ മാർക്കറ്റിൽ പ്രസൻസ് ഉള്ള ഒരു ബ്രോക്കിംഗ് കമ്പനിയാണ് ICICI സെക്യൂരിറ്റീസ്. അതുപോലെ കമ്പനിയുടെ ഫണ്ടമെന്റൽസും യാതൊരുവിധ വലിയ കുഴപ്പവും നമുക്ക് കാണാനില്ല. 25,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മിഡ് ക്യാപ് സെഗ്മെന്റിലുള്ള കമ്പനിയാണിത്. 883 വരെ ഇതിന്റെ ഹൈ പോയിരുന്നു. സ്റ്റോക്കിന്റെ PE ഇപ്പോൾ 13.1 എന്നുള്ള നിലവാരത്തിലാണ്. ഇൻഡസ്ട്രി PE 15 ആണ്. അതിൻ്റെ താഴെയാണ് നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ PE കാണാം. അതുപോലെ ROCയും ROEയും 50, 19 എന്ന രീതിയിൽ നല്ല വാല്യൂസ് കാണിക്കുന്നുണ്ട്. സെയിൽസ് ഗ്രോത്ത് 61%, പ്രോഫിറ്റ് ഗ്രോത്ത് 75% ഒക്കെയുള്ള ഫണ്ടമെൻ്റലി വലിയ കുഴപ്പമൊന്നും കാണിക്കാത്ത ഒരു സ്റ്റോക്കാണ് ICICI സെക്യൂരിറ്റീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഇവർ ഈ വർഷം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവരുടെ ഹയസ്റ്റ് എവർ റവന്യൂവും അതുപോലെ ഹയസ്റ്റ് എവർ പ്രോഫിറ്റുമാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് റവന്യൂവും പ്രോഫിറ്റും വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിലും അവിടെയും യാതൊരു കുഴപ്പവുമില്ല. പ്രൊമോട്ടേഴ്സ് 74.65% ഈ ICICI ബാങ്കാണ്. പിന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് 9%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 10% ഹോൾഡിംഗ് ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്രൈസ് വെച്ചുകൊണ്ട് ഈ ഒരു മെർജറിലൂടെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അത് ഗുണകരമാകുമോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 100 ICICI സെക്യൂരിറ്റീൻ്റെ ഷെയർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇന്നത്തെ വില 756 രൂപയാണ്. അതായത് മൊത്തം അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 78,600 രൂപയായിരിക്കും. അപ്പോൾ ഡീലിസ്റ്റിങ്ങോട് കൂടി നിങ്ങൾക്ക് 67 ICICI ബാങ്കിൻ്റെ ഷെയറാണ് കിട്ടുക. അതായത് ICICI ബാങ്കിൻ്റെ ഇന്നത്തെ വില 1175 അപ്പോൾ അത് 67 ആകുമ്പോൾ 78,725 രൂപയായിരിക്കും മൊത്തം മാർക്കറ്റ് വാല്യൂ ഉണ്ടാകുക. അപ്പോൾ ഇതിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് യാതൊരു നഷ്ടമില്ല, മറിച്ച് നേരിയൊരു ലാഭം തന്നെയാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീലിസ്റ്റിംഗ് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഇത് ക്രാഷ് ആയത് തന്നെ ഈ ഒരു വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ICICI സെക്യൂരിറ്റീസിൻ്റെ ഡീലിസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.